പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി ചെന്ന് ആദർശനും നയനയ്ക്ക് മാലയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. വലിയ സന്തോഷമൊന്നുമില്ല ദേവയാനിയുടെ മുഖത്ത്. എന്തായാലും നയനയോട് ആദ്യം ആദർശന് മാല ഇട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നീട് ദീപം എടുത്തിട്ട് കത്തിക്കാനായിട്ട് പറയാണ്. താലത്തിലിരിക്കുന്ന ആ വിളക്കെടുത്ത് കത്തിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പം അത് രണ്ടുപേരും കൂടെ ചേർന്ന് കത്തിച്ച് ജലത്തിൽ ഒഴുക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ വിളക്ക് കത്തിക്കുന്ന സമയത്താണെങ്കിലും ജലജ മനസ്സിലോർക്കുന്നത് അതെങ്ങനെയെങ്കിലും കിട്ടുപോകണമെന്നൊക്കെയാണ് കേട്ടോ ജലജ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് എന്തായാലും രണ്ടുപേരും കൂടെ ചേർന്ന് അത് പിടിച്ചിട്ട് ജലത്തിൽ ഒഴുക്കാനായിട്ട് പോകുന്ന സമയത്ത് നയന പെട്ടെന്ന് വീഴാനായിട്ട് പോകുന്നുണ്ട്. എന്തായാലും വിളക്കൊന്നും താഴെ പോകുന്നില്ല. അപ്പം എന്തായാലും വിളക്ക് വീണില്ലല്ലോ, അങ്ങ് ജലത്തിലൂടെ ഒഴുക്കിക്കോളൂ എന്ന് പറയുന്ന സമയത്ത് അവർ സൂക്ഷിച്ച് തന്നെ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ആ തിരിയൊന്നും കെടാതെ തന്നെ അത് വെള്ളത്തിലൂടെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ജലജയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഇവൾ എന്ത് ചെയ്താലും അതിങ്ങനെ തന്നെയാണല്ലോ, ഇവളുടെ കൂടെയാണ് ദൈവങ്ങളൊക്കെ എന്നിങ്ങനെ വിചാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം പൂജാരി അനിയനോടും അതുപോലെ തന്നെ അനാമികേനോടും വിളക്കെടുത്തിട്ട് കത്തിച്ച് ഇങ്ങനെ ജലത്തിലൂടെ ഒഴുക്കാനായിട്ട് പറയാണ്. നിങ്ങൾ എന്തായാലും മാല ഇടണ്ട, അതൊക്കെ കല്യാണം കഴിഞ്ഞ ശേഷം മതി. ജലത്തിലൂടെ ആ ദീപം ഒഴുക്കിയ ശേഷം വന്നിട്ട് ആ പെൺകുട്ടിയുടെ കയ്യിലൊരു ചരട് കെട്ടി കൊടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും എനിക്കൊരു സന്തോഷമില്ല. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ടായിരുന്നു, അനിയുടെ മുഖത്തൊരു സന്തോഷം ഇല്ലല്ലോ, അനാമിക്ക് നല്ല സന്തോഷമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കനക ഇങ്ങനെ നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് അനിയുടെ ആ ഫോട്ടോ കിട്ടിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അനാമികയും അനിയും കൂടി ചേർന്നിട്ട് തിരിയൊക്കെ കത്തിച്ച് വെള്ളത്തിലൂടെ അങ്ങനെ ഒഴുക്കി വിടാനായിട്ട് പോകുന്ന സമയത്ത് അനിയുടെ കയ്യിൽ നിന്ന് അത് പെട്ടെന്ന് തന്നെ ആ വിളക്ക് താഴെ വീഴുകയാണ്, വെള്ളത്തിലേക്ക് വീഴുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, വെള്ളത്തിലൂടെ പോയ ശേഷമല്ലല്ലോ തിരി ഇട്ടത്, അതിന് കുഴപ്പമില്ല, വീണ്ടും ഒന്നുകൂടെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ വന്നിട്ട് അങ്ങനെ തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ തിരുമേനി ചോദിക്കുന്നുണ്ടായിരുന്നു, മനസ്സെന്താ ഇവിടെയൊന്നും അല്ലല്ലോ, എന്താ ഒരു ശ്രദ്ധയില്ലാത്ത ഒരു കാര്യത്തിൽ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് അത് വീണ്ടും അവർ കത്തിച്ച് അങ്ങ് വിടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് അങ്ങനെ കെടാതെ അങ്ങ് വെള്ളത്തിലൂടെ ഒഴുകി പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇങ്ങ് പോരെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അതിനുശേഷം പിന്നീട് അങ്ങനെ അവരോട് പറയുന്നുണ്ടായിരുന്നു, ഒരു ചരട് എടുത്ത് കൊടുത്തിട്ട് അനാമികയുടെ കയ്യിൽ അത് കെട്ടി കൊടുക്കാനായിട്ട് അനിയനോട് പറയാണ് കേട്ടോ. അപ്പോൾ അനി ചരടൊക്കെ അനാമികയ്ക്ക് കെട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ ദേവയാനി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ നിശ്ചയം നടത്താത്ത കല്യാണമാണ്, ഇതെന്തായാലും ഇപ്പം നിശ്ചയം കഴിഞ്ഞ പോലെ തന്നെയായി, ഇനിയിപ്പോൾ അത് ആ ചരട് അഴിഞ്ഞു പോകാതെ നോക്കിക്കിട്ടു എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആദർശനും അതിനും കൂടെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അനിക്ക് എന്തോ ഒരു സന്തോഷമില്ലാത്ത, അനിയുടെ മനസ്സിപ്പോഴും ഇവിടെയൊന്നുമല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അതെന്തായാലും കല്യാണം കഴിഞ്ഞാലും മാറിക്കോളും, എന്തായാലും അനാമിക അനിക്ക് ചേർന്ന പെൺകുട്ടി തന്നെയാണ് എന്ന് പറയൂ കേട്ടോ. ഓ നമ്മളാണല്ലോ ഇപ്പോൾ ചേരാത്തതെന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്കാണ് ആ ഭാഗ്യം ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം അങ്ങനെ ഞാൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് എന്തായാലും അവരോട് വീണ്ടും ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള വിളക്കിലിങ്ങനെ ഇളനീര് ഒഴിച്ചിട്ട് കത്തിക്കണം, അങ്ങോട്ട് പോകാമെന്ന് പറയുന്ന സമയത്ത് ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇളനീര് ഒഴിച്ച് കത്തിച്ചാൽ എങ്ങനെ തിരി കത്തുമെന്ന് ചോദിക്കുകയാണ്. അപ്പം നിർമ്മലമായിട്ടുള്ള മനസ്സോടെ ആര് കത്തിച്ചാലും പച്ചവെള്ളത്തിൽ തിരി കത്തിച്ചാലും അത് കത്തുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്തായാലും അവരതൊക്കെ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം എന്തായാലും തിരുമേനി വിളക്കിൽ ഇളനീരൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ നയനിനോടും ആദർശിനോടുമാണ് ആദ്യം കത്തിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കത്തിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് തന്നെ കത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്തും ജലജ ഇങ്ങനെ ഓരോന്നിങ്ങനെ അബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവളിങ്ങനെ കത്തിച്ചത് കണ്ടില്ലേ, അത് നന്നായിട്ട് കത്തിയല്ലോ, നീയും അവളും കൂടിയാണ് ഇപ്പോൾ അത് കത്തിച്ചിരുന്നെങ്കിൽ കരിന്തിരി കത്തിയേനെ എന്ന് പറയുമ്പോൾ അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അമ്മ കത്തിച്ചാലും അങ്ങനെ തന്നെയാണെന്ന് പറയാൻ കേട്ടോ. പിന്നീട് അനാമികേനോടും അനിയനോടും കത്തിക്കാനായിട്ട് പറയാണ്. അപ്പോൾ അവർ കത്തിക്കുന്ന സമയത്ത് ആ തിരി കത്തുന്നില്ല. അപ്പോൾ എന്തായാലും ഒന്നുകൂടെയൊക്കെ കത്തിച്ച് നോക്കാനായിട്ട് പറയുന്നുണ്ട്. അത് കത്താതിരിക്കുന്നത് കാണുമ്പോൾ ജലജ അബിനോട് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും അവൾ വാഴില്ല എന്നാണ് തോന്നുന്നത്, എന്തായാലും നെല്ല് മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അതും ഇങ്ങനെയാണെങ്കിൽ കരിഞ്ഞു പോവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട്. അപ്പോൾ അബിക്കും അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പിന്നീട് എന്തായാലും അനാമികേനയും കൂടെ അതെന്തായാലും അങ്ങനെ കത്തിച്ച് അത് നോക്കുന്ന സമയത്ത് അത് കത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇത് കത്താതിരുന്നത്. മൂത്ത മരുമോളും അതുപോലെ തന്നെ മോനും കത്തിച്ചപ്പോൾ അത് പെട്ടെന്ന് കത്തിയില്ലേ, അത് നന്നായിട്ട് തന്നെ തെളിഞ്ഞ് കത്തുന്നുണ്ട്, അത് അവർ തമ്മിലുള്ള ഐക്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. ഇവരെ തമ്മിൽ ആർക്കും വേർപ്പെടുത്താനാവില്ല, പുറത്ത് ഇവർ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ അങ്ങനെ മാറിക്കോളും, അങ്ങനെ ഇവരാർക്കും ഇങ്ങനെ പിരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം എന്തായാലും അത് കേൾക്കുമ്പോൾ നയനയ്ക്കാണെങ്കിലും ഒക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം പിന്നീട് പറയുന്നുണ്ടായിരുന്നു, മൂർത്തി സാറ് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ കൊച്ചുമോന് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ എന്തായാലും മൂത്ത കൊച്ചുമോന് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കുന്നതിന് ഇവിടെ അതിനൊരു പരിഹാരം ഉണ്ട്, അതും കൂടെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങ് വിളിച്ചുകൊണ്ട് കൊണ്ടുപോവാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ഒരു ആലിൻ്റെ ചോട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ തൊട്ടിൽ കെട്ടാനായിട്ടാണ് കേട്ടോ അവരെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ 2 തൊട്ടിലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം ആക്കണ്ട, 2 തൊട്ടിൽ തന്നെ കെട്ടുക, അപ്പോൾ 2 കുഞ്ഞുങ്ങൾ ജനിച്ചോളും എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കയ്യിലേക്ക് ആ തൊട്ടിലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആദർശം നയനി അത് വാങ്ങിയിട്ട് അത് കെട്ടാനായിട്ട് പോകുന്ന സമയത്ത് നയന ഇങ്ങനെ ആദർശനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, തൊട്ടിൽ കെട്ടിയാൽ മാത്രം ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമോ,
വിവാഹം കഴിഞ്ഞ നാൾ തൊട്ട് നമ്മുടെ ബെഡ്റൂമിൽ എന്താ നടക്കുന്നതെന്ന് ഞാൻ ആ പൂജാരിനോട് പറയട്ടെ എന്നൊക്കെ ഞാൻ നയന ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, പൂജാരിനോട് മാത്രമാക്കണ്ട, അവിടെ നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞോ, എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ളതിൽ അങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. കനകയാണെങ്കിലും അതൊക്കെ തന്നെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രണ്ടാളും രണ്ട് സ്ഥലത്താണ് കിടക്കുന്നത്, പിന്നെ ഇങ്ങനെ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നയനയാണെങ്കിലും ഇങ്ങനെ കനകയ്ക്ക് ഇതെല്ലാം അറിയാലോ, അമ്മേനെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ സങ്കടത്തോടു കൂടി. അപ്പോൾ അവരെയൊക്കെ തൊട്ടിൽ കെട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് പൂജാരി പറയുന്നുണ്ട്, ഇതോടുകൂടി ചടങ്ങ് കഴിഞ്ഞിട്ടില്ല, ഇനി നിങ്ങൾ രണ്ടുപേരും കൈകോർത്ത് ആലിനെ വലം വെക്കണം എന്ന് പറയാണ്. അപ്പം അങ്ങനെ അവർ ആലിനെ വലം വെക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ജലജ അബീനോട് പറയുന്നുണ്ടായിരുന്നു, അവൾ അഗ്നീനെ വലം വെച്ചാണ് ഇങ്ങനെ ജീവിതം തുടങ്ങിയത്, എന്നിട്ട് അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല, ഇനിയിപ്പോൾ ആലിനെ വലം വെച്ചിട്ട് അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പോവുമല്ലേ, ഇനിയിപ്പോൾ ആലിനെ വലം വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ശിഖരം ഒടിഞ്ഞ് അവളുടെ തലയിലേക്ക് വീഴാതിരുന്നാൽ മതി എന്നിങ്ങനെ ചിന്തിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് പറയും. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ അങ്ങനെ ജലജയുടെ തലയിലേക്ക് ആലിൻ്റെ ഒരു കൊമ്പൊടിഞ്ഞ് വീഴുകയാണ് കേട്ടോ. അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ആലിൻ്റെ കൊമ്പൊടിഞ്ഞ് തലയിൽ വീണതാ, ഇതിങ്ങനെ തലയിൽ ആലിൻ്റെ കൊമ്പൊടിഞ്ഞ് വീഴുന്നത് നല്ലതാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ പൂജാരി പറയുന്നുണ്ടായിരുന്നു, ആ വായിച്ച അറിവ് തെറ്റാണെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നീട് ജലജനോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ മനസ്സത്ര അങ്ങനെ ശരിയല്ല എന്നുള്ളതിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം, അതൊക്കെ ചെയ്യണമെന്ന് പറയാനുണ്ട്. അപ്പോൾ എന്ത് വേണേലും ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ ജലജയും അബിയും കൂടെ സമ്മതിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അവരോടെല്ലാം അങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞിട്ട് പൂജാരി അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം കനക ഇങ്ങനെ നയനയോട് പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് ഇങ്ങനെ എന്ത് വിഷമം ഇപ്പോൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് നയനേനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് നവ്യാണെങ്കിലും അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നവിക്ക് ഒരു കോൾ വരുന്നുണ്ട്. അപ്പോൾ നവ്യാണെങ്കിലും ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അബിയാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഇവളെ പുറത്താക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലല്ലോ, ഇപ്പോൾ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ഇനിയിപ്പോൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവളെ ഇങ്ങനെ പുറത്താക്കാനേ കഴിയില്ല, അപ്പം അതിന് മുന്നേ എന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ ഓർത്തിട്ട് അവിടെ ഇങ്ങനെ നവ്യ നടന്നു വരുന്ന അവിടെ തന്നെ ഇങ്ങനെ ഒരു ഇതിൽ ഇങ്ങനെ എണ്ണ വെച്ചിട്ടുണ്ടാവും, ആ എണ്ണ എടുത്തിട്ട് അവിടെ അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ. അത് ഒഴിച്ചിട്ട് അവിടെ തന്നെ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ നവ്യാണെങ്കിലും ഫോണിൽ സംസാരിച്ച് വരുന്നതുകൊണ്ട് തറയിൽ എണ്ണ കിടക്കുന്നൊന്നും കാണുന്നില്ല. അപ്പോൾ എണ്ണയിൽ വഴുതിയിട്ട് അങ്ങ് വീഴാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ദേവയാനി വന്നിട്ട് നവ്യനെ പിറകിൽ നിന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോൾ നവ്യനെ പിടിക്കുന്ന കാണുമ്പോൾ തന്നെ അവ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവളെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും വന്നോളല്ലോ എന്ന്. അപ്പോൾ നവ്യ ഇങ്ങനെ വീഴാൻ പോകുന്ന സമയത്താണെങ്കിലും അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കുന്നുണ്ട്, എല്ലാവരും പെട്ടെന്ന് തന്നെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി പിടിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും നവ്യ വീണേനെ. അപ്പം എന്തായാലും നവ്യനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ദേവയാനി ഈ സമയത്ത് ഇങ്ങനെ സൂക്ഷിച്ച് നടക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പിടിച്ചതും കാണുമ്പോൾ അബിയാണെങ്കിൽ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നവ്യ പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവിടെ തറയിൽ എണ്ണ കിടക്കുന്നത് കണ്ടില്ല എന്ന് പറയാണ് കേട്ടോ. അബിയാണെങ്കിലും ഇങ്ങനെ അവിടെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നയനയ്ക്ക് ഇങ്ങനെ ഒരു സംശയമായിട്ട് അബീനെ തന്നെ തുറിച്ച് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നയനെ നോക്കുന്നത് കാണുമ്പോൾ അബി പെട്ടെന്ന് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്ത് പറ്റി നവ്യെന്ന്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഇവളെ ഞാനിപ്പോൾ പിടിച്ചിട്ടില്ലെങ്കിൽ ഇവളുടെ വയറ്റിൽ ആ ശൂലം കുത്തി കയറിയനെന്ന് പറയും. അപ്പോൾ അവിടെ ഒരു ശൂലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കേട്ടുകൊണ്ട് പൂജാരി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് ജനിക്കുന്നതിൽ ആർക്കൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് അത് ശരിയാണ് ഇങ്ങനെ കനക പറയൂ കേട്ടോ. അത് എൻ്റെ മോളുടെ അമ്മായിയമ്മയ്ക്കും അവളുടെ ഭർത്താവിനും തന്നെയാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത് ഇഷ്ടമല്ലാത്തതെന്ന് പറയും. അപ്പോൾ അത് ശരിയാണെന്ന് ഇങ്ങനെ ആദർശവും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പൂജാരിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ദേവിയുടെ ശാപം കൊണ്ടാണ് നിങ്ങൾക്ക് ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ്റാത്തത്, അതുകൊണ്ട് ഇവിടെ കുറച്ച് ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്ത് പൂജ എന്നൊക്കെ ഇങ്ങനെ ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് ദേവയാനിയും കനകയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതും കൂടെ ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ അയാൾ പറയാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്തയ്ക്ക് ജലജയ്ക്കുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അതിലിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവിയുടെ ഇത് കയറിയതാണ് മേത്ത്. അപ്പോൾ അവർ ഈ സമയത്ത് എന്ത് പറഞ്ഞാലും അത് സത്യമായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ ആ സ്ത്രീ വന്നിട്ടാണെങ്കിലും ഇങ്ങനെ ഓരോന്നിങ്ങനെ കൽപ്പിച്ച് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഇങ്ങനെ അനീനോടാണ് പറയുന്നത്, വിവാഹം നടന്നിട്ടില്ല അല്ലേ, അപ്പോൾ എന്തായാലും വിവാഹം നടത്തുന്നതിന് മുന്നേ 2-3 പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം അത് നടത്താനെന്ന് പറയാണ്. പിന്നീട് ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഭാര്യനെ പിടിക്കുന്നില്ല അല്ലേ, മഹാലക്ഷ്മി അടുത്ത് നിന്നിട്ടും അവളെ കാണുന്നില്ല അല്ലേ, ഇങ്ങനെ അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചോണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ദേവയാനിനോടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, മരുമകളെ ഇങ്ങനെ ഇതാക്കിക്കോണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരോടും പറയുന്നുണ്ട്. ജലജനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ കാളകൂട വിഷം മനസ്സിൽ നിന്ന് എടുത്ത് കളയാനായിട്ടില്ല അല്ലേ, അതൊക്കെ എടുത്ത് കളഞ്ഞേക്കണം, എന്നാലും ഇവിടെ നടത്തുന്ന പൂജകളെല്ലാം ചെയ്യണം, എന്നാലും എല്ലാ പ്രശ്നങ്ങളും മാറുന്നൊന്നും തോന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് കൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ
പിന്നീട് അവരോടായിട്ട് പൂജാരി പറയുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. അപ്പോൾ എന്തായാലും അതിനുള്ള പരിഹാരങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ നവ്യയുടെ വയറ്റിൽ കുഞ്ഞുള്ളതുകൊണ്ട് നവ്യനോട് പൂജയ്ക്ക് ഇരിക്കേണ്ട, അബീനോടും അങ്ങനെ ജലജയോടുമാണ് കേട്ടോ അവിടെ ഇരിക്കാനായിട്ട് പറയുന്നത്. എന്നിട്ട് അവിടെ കുടത്തിൽ ഇങ്ങനെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അവരുടെ രണ്ടുപേരുടെയും തലയിലൂടെ ഒഴിക്കാനൊക്കെ പറയുന്നു. ആദ്യം ജലജേൻ്റെ തലയിലൂടെയാണ് കേട്ടോ ഒഴിക്കുന്നത്. അതിനുശേഷം അബീൻ്റെ തലയിലൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കനകയാണെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ആ കലശമൊക്കെ എടുത്ത് ഒഴിച്ചു കഴിഞ്ഞ ശേഷം പിന്നീട് അങ്ങനെ നാളികേരം എടുത്തിട്ട് ഇങ്ങനെ 3 തവണ ഒഴിഞ്ഞിട്ട് ഇങ്ങനെ നടയിൽ കൊണ്ട് അടിക്കാനാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കനകയാണ് അത് ചെയ്യുന്നത്. കനക ഇങ്ങനെ നാളികേരം എടുത്തിട്ട് ജലജേനെ ഇങ്ങനെ 3 പ്രാവശ്യമൊക്കെ ഒഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജലജയുടെ തലയിൽ തന്നെ അങ്ങ് അടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജലജ ഇങ്ങനെ നിലവിളിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്.